അമൃത ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണല്ലേ. നമ്മളുടെ വീട്ടിലുള്ള ആളുകളുടെ കൂടെയൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ഇപ്പോ നമ്മുടെ മൈജി സൂപ്പർ സ്റ്റാറിലെ നമ്മളുടെ കുട്ടികളും നമ്മുടെ ജഡ്ജസും നമ്മുടെ ഓർക്കസ്ട്രയും നമ്മുടെ ക്രൂ എല്ലാരും കൂടെ ആയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവാണ് നിങ്ങളുടെ ഒപ്പം. അപ്പൊ നമ്മൾ ഒന്നിച്ചായിരിക്കും ഈ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ദിസ് ഈസ് മൈജി സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ. ഇന്നത്തെ സൂപ്പർ സ്റ്റാറിന്റെ ഓണം ആഘോഷം പൊടിപൂരമാക്കാൻ പോവാണ്. കാരണം ധ്യാൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ധ്യാൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. ധ്യാൻ ചേട്ടന്റെ ഈ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കുള്ള യാത്രയുടെ ഇടയിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഈ വേദിയിൽ വന്ന് നമ്മളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കാണിച്ച ആ മനസ്സിന് ഇന്ന് ഒരു ദിവസം ഞാൻ ഫ്രീ ആയിരുന്നു. ഇപ്പൊ നാളെ അടുത്ത പടത്തിന്റെ പൂജ ഉണ്ടാവും. ഏത് പടത്തിന്റെ ധ്യാൻ ചേട്ടാ? ഞാൻ ഏട്ടന്റെ കൂടെ ഇന്നലെ വരെ ബബ്ബബ്ബ എന്ന് പറഞ്ഞ ദിലീപ് ഏട്ടന്റെ കൂടെയുള്ള പടത്തിലായിരുന്നു. ഇത് ഇന്നലെ എത്തി. ഓ, ഇനി മൊത്തം ഏട്ടന്റെ കൂടെ. എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അല്ല, വിനീതേട്ടന്റെ സെറ്റിലെ ധ്യാൻ ചേട്ടൻ ഭയങ്കര ഡീസന്റ് ആണെന്നാ കേട്ടത്. അല്ല, ഇത് പുള്ളി അഭിനയിക്കുന്ന സെറ്റാ. പുള്ളിയാണ് പുള്ളി അവിടെ മെയിൻ ആളാ. അപ്പൊ അവിടുത്തെ നമ്മള് സൈഡ് റോൾ ചെയ്യാൻ വന്ന ആളാ. നീ ഏതാന്ന്? അതെ, ആ ഇതിലാ. കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. ആ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഡ്രൈവറിന് ചെയ്തില്ലേ? ആ, അതുപോലെ. ധ്യാൻ ചേട്ടാ, വിഷുവിന്റെ സമയത്ത് ഇന്റർവ്യൂ എടുത്തപ്പോ ധ്യാൻ ചേട്ടൻ പറഞ്ഞു കോവിഡ് വന്ന സമയം ജീവിക്കാൻ വേണ്ടിയാ ഞാൻ കുറെ പടങ്ങൾ ഇങ്ങനെ തുരുതുരാ എടുത്തോണ്ടിരുന്നത്. പിന്നെ ഞാൻ കേട്ടു ധ്യാൻ ചേട്ടൻ അതങ്ങ് പയ്യെ കുറയ്ക്കാന്ന്. ധ്യാൻ ചേട്ടൻ കുറച്ചുകൂടെ സെലക്റ്റീവ് ആവാൻ തുടങ്ങുകയാണെന്നുള്ളൊരു കിംവദന്തി കേട്ടു. അത് ശരിയാണോ? അല്ലേ? വെറുതെ ആയിരുന്നല്ലേ? അത് പിന്നെ എനിക്ക് ശീലമായി തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും പടം ചെയ്ത് ആ ശീലത്തിന്റെ പുറത്ത് എല്ലാ ദിവസവും ഷൂട്ടിങ്ങിന് പോണല്ലേ. ഏതാ ഷാനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ധ്യാൻ ചേട്ടൻ? എന്തിനാ അതൊക്കെ അറിയണം. എല്ലാം കാണാറുണ്ടോ ധ്യാൻ ചേട്ടന്റെ? വർഷങ്ങൾക്ക് ശേഷം ഇതേ ഞങ്ങൾ ഒരുമിച്ചല്ലേ, അത് കണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ധ്യാന്റെ ഏറ്റവും നല്ല 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് തിരയും ഒന്ന് വർഷങ്ങൾക്ക് ശേഷം. തിരയില് ഞാൻ പാടിയിട്ടുണ്ട്. അതേതായിരുന്നു? താഴെ നീ താരമേ. ആ പാട്ട് പ്ലീസ്. തിരയില് ഷാനിക്കയുടെ 2 ട്രാക്ക് ഈ പറഞ്ഞ എന്താ പറയണ്ട. ഇത് പക്ഷെ പടത്തിലുണ്ടോ? നിന്നെ തേടും തീരാ ദൂരം തോരാണെങ്കിലും ഓഹോ. അങ്ങനെ ഒരു സായും ജോബും കൂടി പാടിയതല്ലേ? സച്ചിനുണ്ടായിരുന്നില്ലേ? സച്ചിനുണ്ടായിരുന്നു. എന്റെ ഫേവറേറ്റ് താഴ്വാരമാണ്. എന്നായിരിച്ചാണ് അത് പാടുത്ത. താഴ്വാരം മേലാകെ ചുടുകയായി മൗനം ധാരാരെ രാരാരെ തരാരാരാരം നെഞ്ചമീ നാരാരാ വേദന. ഇതിപ്പോ പാട്ട് ഇഷ്ടമുള്ള ആൾക്ക് പാട്ടറിന്റെ വരി അറിഞ്ഞൂടാ, പാടിയാക്കും വരി അറിഞ്ഞൂടാ, മ്യൂസിക് ഡയറക്ടറിനും വരി അറിഞ്ഞൂടാ. അഭിനയിച്ച ആൾക്ക് അറിയാമെന്ന് നോക്കാം. പാട്ട് പടത്തിലുള്ളതേ അറിഞ്ഞൂടാ. ഈ പാട്ട് പടത്തിലുണ്ടോന്ന് അവൻ ചോദിക്ക. ഈ പാട്ട് പടത്തിലുണ്ടോന്ന്. അല്ല, അവിടെ നിന്ന് എന്നെ നോക്കി ലിറിക്സ് ഓർക്കാൻ ഞങ്ങളൊക്കെ ഏതാ പാട്ടെന്ന് അവൻ ആലോചിക്കണം. എനിക്ക് തീരാതെ നീളുന്ന ഇഷ്ടം. വിനീതേട്ടൻ പാടി അതും തീരാതെ നീളുന്നേ. അതിന് ഏറ്റവും രസം അറിയാമോ? ഈ ഷാനിക്കയുടെ പാട്ടിന്റെ ബാക്കിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിൽ ഒരു പട്ടി ഒളിയിടുന്ന പോലെ ഷാനിക്ക. അതൊരു സത്യമായതുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല. നല്ല പാട്ടിന്റെ എല്ലാ ബാക്കിൽ ഒരു വോയിസ് ഉണ്ട്. എന്റെ പൊന്ന് പാർവതി, ഇതിന്റെ ഒരു നമ്മളത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഓരിയിടലൊക്കെ നമ്മൾ അതിന്റെ പുറകിൽ ഒരു ലെയർ ആയിട്ട് വെക്കും. പക്ഷെ ഇവന്റെ ഈ യാട്ടൻ, എടാ അതിന്റെ പുറകിൽ ഒരു
വോയിസ് ഉണ്ടായിരുന്നല്ലോ അതെവിടെ? ഞാൻ പറയാം അത് ഞാൻ മ്യൂട്ട് ചെയ്ത് അവിടെ ഉണ്ടല്ലോ, അത് വേണം 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 അത് വെച്ചോന്ന് പറയും. ഞാൻ ആദ്യം കേൾക്കുമ്പോലെ ഈ ഓരികൾ ഉണ്ടോന്ന് ആദ്യം നോക്കുക. അല്ലാതെ എല്ലാ പാട്ടിലും ബാക്കിംഗ് വോക്കലായിട്ട് ഇങ്ങനെ കിടക്കും. ലൈവായിട്ട് കേൾക്കാൻ ഒരു അല്ല ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് അറിയാതെ വന്നു പോകുമ്പോ അത് അപ്പം റെക്കോർഡ് ചെയ്ത് പോകുന്നതാ. ഓക്കെ, അപ്പൊ നമുക്കിനി ചെറിയൊരു സെഗ്മെന്റ്സിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, പക്ഷേ ആദ്യം ധ്യാൻ ചേട്ടനാണ് ടാസ്ക്. കാരണം ഇത് പാട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. കാരണം ഇവർക്ക് മൂന്നർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയാലോ. അപ്പൊ ധ്യാൻ ചേട്ടനാണ് ആദ്യം ഇത് ടാസ്ക് അപ്പൊ നോക്കാം. എനിക്ക് കിട്ടൂലെന്ന് ഉറപ്പിച്ചിട്ട് വരുന്ന ടാസ്ക് അല്ലേ? ആ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ സഹായം ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, സ്ക്രീനില് നമ്മളൊരു ഇമേജ് കാണിക്കും, 4 ഫോട്ടോ ഉണ്ടാവും. ഓക്കെ, ഗെസ് ദ സോങ്. ഓക്കെ ഓക്കെ, റെഡി? ധ്യാൻ ചേട്ടാ, ലാസ്റ്റ് ഞാനുള്ളതുകൊണ്ട് ചിലപ്പോ വല്ല സുന്ദരി എന്നൊക്കെ ആയിരിക്കും. അല്ല അത് ഒഴിച്ച് ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കാം, അപ്പൊ കിട്ടും പാട്ട്. എനിക്ക് കിട്ടി. പറയല്ലേ പറയല്ലേ പറയല്ലേ. ഒന്നാം വട്ടം ആ, അത് തന്നെ. ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് അല്ല. ഒന്നാം വട്ടം കണ്ടപ്പോൾ സൂപ്പർ. ഇനി ഓരോന്ന് കാണിച്ചു എന്തൊരു ഇൻസൾട്ട് ആണ് നിന്നെ ചെയ്തത്. തിരിച്ചൊരു മറുപടി പോലും കൊടുക്കുന്നില്ല. ഇല്ല ഇതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞേക്കാം. എനിക്ക് സമയമില്ല ഇതിനൊന്നും മറുപടി പറയാനായിട്ട്. നിങ്ങൾ ഡിസ്കസ് ചെയ്യല്ലേ കേട്ടാ. ഇല്ലല്ല, ഇത് ഞാൻ എന്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാ. പാട്ടിനെ കുറിച്ചൊക്കെ നല്ല ഷാനിക്കയുടെ കൂടെ നടന്ന പാട്ടുകളെ കുറിച്ച് നല്ല അറിവുണ്ട് ധ്യാൻ ചേട്ടൻ. ഒന്ന് വട്ടം അപ്പൊ തന്നെ കഴിഞ്ഞല്ലോ. ഓക്കെ, എന്നാ നെക്സ്റ്റ് കാണിക്കട്ടെ. ആ സന്തോഷം. അയ്യോ ദേ ചേച്ചി, ഞാനാണല്ലോടാ. ദേ ധ്യാൻ ചേട്ടൻ. ആ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി ആ, എനിക്ക് കിട്ടി. പറയട്ടെ? ആ, ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ. പൊളി പൊളി. പാട് പാട് പാട്. Song കളഞ്ഞ്. ഷാനിക്കയുടെ പാട്ടല്ലേ, അപ്പൊ നമ്മളത് ഇവിടെ ആഘോഷിക്കണം. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ, എൻ കിന്നര വീടയിലിടം നീട്ടാൻ വന്നണയു വേഗം, ഉന്മാദായിനി നീല കണ്ണാളി, എൻ സങ്കൽപ്പത്തിൻ തങ്കക്കോവിൽ തള്ളി തുറന്നോ. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ്. അയ്യോ കുട്ടി ആ ഇത് എനിക്ക് കിട്ടി. കിട്ടിയ എനിക്ക് കിട്ടി. കിളി ദമ്പതികൾ. ആ, ഊ. എനിക്ക് കിട്ടി. കുപ്പായം കിളി ദമ്പതികൾ. കിട്ടിയാ ധ്യാൻ ചേട്ടാ. ധ്യാൻ ചേട്ടനാണ് ഫസ്റ്റ് പറയണ്ടേ കേട്ടാ. എനിക്ക് കിട്ടില്ല, ഷാനിക്ക കിട്ടി. എനിക്ക് കിട്ടി. കിട്ടിയാ? എനിക്ക് കിട്ടി. മിണ്ടരുത്, ധ്യാൻ ചേട്ടനാ പറയണ്ടേ. അല്ലല്ല, അവരൊക്കെ മ്യൂസിക്കലായിട്ട് ആൾക്കാർ, അവർക്ക് അറിയാൻ പറ്റും എന്തായാലും. ഇല്ല, നേരത്തെ സായച്ചിനോടല്ല ചോദിച്ചേ. പറ, ധ്യാൻ ചേട്ടൻ ആദ്യം എനിക്ക് പറയാൻ മുട്ടി നിൽക്കുകയാണേ. ഒട്ടിയൊക്കെയാണ് പറഞ്ഞു. ഞാൻ പറയട്ടെ, വേണ്ട, നിക്ക് ധ്യാൻ ചേട്ടൻ ഒന്ന് ആലോചിക്ക്. ധ്യാൻ ചേട്ടാ, അവന്റെ എക്സ്പ്രഷൻ. ഞാനൊരു ക്ലൂ തരാം. അവൻ പാടുകയല്ല, അവൻ ചൂളമടിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ, നല്ല അടിച്ചു കറങ്ങി പോലെ. അതെ, ഓലക്കുയിലിന് കല്യാണം. എന്റെ ഉണ്ടാക്കിയ സമ്മതിക്കണം കേട്ടോ. ഷാനിക്ക നല്ല പൊട്ട ക്ലൂ ആ കൊടുത്തത്. അത് പക്ഷെ കുയിലല്ലല്ലോ. അതെ ഏതോ അല്ല അതില് പൊളിറ്റിക്കൽ ചേച്ചി അത് adjust ചെയ്യ്. കുയിലല്ലല്ലോ. ആ, എന്നാ പാട്ട് പാടുവോ? ഹരി എടാ നീ Guys. പാട്. ആ പാടാം. കൂടി പാടാം. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ഓ, ആലിങ്കൊമ്പിൽ തന്തി ഉറങ്ങണരോലൻ ഞാലിക്ക് കൂട്ടായോ. ആറ്റിലൊളിച്ചു കറക്കണമീനേ കാറ്റിലൂതടകാൻ. ആറ്റിലൊളിച്ചു കളിക്കണമീനേ കാറ്റിൽ കറന്നുടലൂതടകാൻ. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിനു കൂടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. വെള്ളിപ്പൂ മണ്ടേ. ഗൈസ്, ലാസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്ക് ഗൈസ്. ലാസ്റ്റത്തെ സാധനങ്ങൾ ഒന്ന് പറഞ്ഞു നോക്ക്. വെള്ളിപ്പൂ അല്ലേ? മണ്ടേ ഓ, ധ്യാൻ ചേട്ടാ. പൂ ആ, ഓ, അഭിനയം കേട്ടാ. വെള്ളിപ്പൂ. ആ വെള്ളക്കണ്ണിൽ നെത്തിർത്തു വെള്ളിപ്പൂ. സോങ്ങളല്ലേ, പാട് പാട്. വെള്ളക്കണ്ണിൽ നിന്നെ കുത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. എല്ലാം എല്ലാം എന്നോടൊരു ചൊല്ലായി ചൊല്ലാ. ഓഹോ 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 ഓഹോ. ചേട്ടൻ ഒരാഴ്ചത്തേക്കുള്ള എല്ലാം വായിച്ചു തീർത്തിട്ടുണ്ട്. ആഹാ, ഓക്കെ, ലാസ്റ്റ് വൺ.
അത് നിനക്ക്. അത് ഞങ്ങളുടെ വക നിനക്ക്. കരിമിഴിക്കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ. അതായത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇവർക്ക് മറ്റേ ഇത് സിൽവറും മറ്റേ അങ്ങനെ പാടിക്കോ പണ്ടേ നീ പാടിക്കോ. എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലടോ. ചിലമ്പൊലി ചിലമ്പൊലി കരിമിഴി കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പൊലിയാണ് പാട് 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 എനിക്കറിയാം. നീ പാടിയേ പറ്റൂ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വേണം. കരിമിഴി കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. മിണ്ടരുത്. പൂരം കണ്ടില്ല മായക്കൈകൊട്ടും മേളവും കേട്ടില്ല കരിമിഴി കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. അടിപൊളി. ഞാൻ പാടി ഒരവസരം. ഇനി എല്ലാ എപ്പിസോഡിലും ഞാൻ എല്ലാവർക്കും ഒരു പാട്ട് പാടി. ഓക്കെ, അപ്പൊ ഗെയിം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പർ സ്റ്റാറിന്റെ മൈജി ഓണം മാസ് ഓണം വേദിയിൽ അടുത്തതായി പാടാനെത്തുന്നു അമേയ. കുട്ടാ, എന്തോ പാടാൻ റെഡിയല്ലേ? റെഡിയാ. ഇന്ന് ഏത് റൗണ്ടാ? ഇന്ന് ഗോൾഡൻ മെലഡി. ഏത് പാട്ടാ? സ്വർണ്ണമുഖിലെ. സ്വർണ്ണമുഖിലെ അതല്ലേ? ഓ, അവള് ഒരു തവണ പാടിപ്പോഴേക്കും ധൈര്യം വന്ന് കണ്ടോടാ. അധികം പ്രോത്സാഹിപ്പിക്കണ്ട. അധികം നമ്മള് പ്രോത്സാഹിപ്പിക്കണ്ട. ഞാൻ പോയി നിന്റെ രാഗമൊക്കെ അന്വേഷിച്ചിട്ട് വരാം. നീ പാടിയ വെള്ളി മുകിലായി പോയത്. അമ്മയെക്കുട്ടാ, എന്തോ സ്വർണ്ണമുഖിലെ എങ്ങനെ ഉണ്ടായി നമുക്ക് ചോദിക്കാം അല്ലേ? അതിനു മുന്നേ ധ്യാൻ ചേട്ടാ, ഓ, സ്വപ്നം കാണാറുണ്ടോ? ഇല്ല, ഈ ഡേറ്റ് ഒന്നും കണ്ടിട്ടില്ല, കാണാറും പോകുന്നില്ല. ഓക്കെ, അപ്പൊ ചോദിക്കാം. സായി ചേച്ചി. അമേയ എന്തോ മാം? നന്നായിട്ട് പാടി. താങ്ക് യു മാം. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു മാം. ആക്ച്വലി കണ്ണടച്ചിരിക്കുമ്പം അമേനെ പോലത്തെ ഒരു കുഞ്ഞു വാവ അവിടെ വന്നിട്ട് പാടുന്ന പോലെ അല്ല ഫീൽ ചെയ്തത്. വോയിസ് നല്ല മെച്ചോർഡ് ആയിട്ടുള്ള വോയിസ് ആണ്. താങ്ക് യു മാം. കണ്ണുകൂട്ടിയിരിക്കുമ്പം ശരിക്കും വലിയൊരാള് പാടുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. താങ്ക് യു മാം. ഈ പാട്ടിന് കൊണ്ട് എന്താണോ ജോൺസൺ മാഷ് ഉദ്ദേശിച്ച ആ ഒരു ഫീല്, അത് തീർച്ചയായിട്ടും അമ്മയുടെ വോയിസിലുണ്ടായിരുന്നു. എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പെർഫോമേഴ്സാണ്. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പം നമ്മൾ എങ്ങനെ മൈക്ക് ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരും അങ്ങനെ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മൈക്ക് ഹോൾഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ചില നേസൽ ടോൺസ് പാടുമ്പോൾ മാത്രം മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് ആക്ച്വലി ചെയ്തതാണോ, അങ്ങനെ ട്രെയിൻ ചെയ്തതാണോ അങ്ങനെ ചെയ്യുന്നത്? അല്ല, അത് പക്ഷെ അത് സത്യസന്ധമായിട്ട് പറഞ്ഞത് അല്ല, അത് അറിയാണ്ടാണ് ചെയ്തത്. പക്ഷെ അത് ആക്ച്വലി ആ നോട്ട്സ് കേൾക്കാൻ കുറച്ച് ഡിഫിക്കൾട്ട് ഉണ്ടാവും, ഈ ചില നേസൽ നോട്ട്സ്. അപ്പൊ അത് എനിക്ക് ആക്ച്വലി ആ മൈക്കിന്റെ ഹാൻഡ്ലിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഹാപ്പി. ഹരിച്ചേട്ടാ. ഞാനിവിടെ നല്ല മാർക്ക് കിട്ടി വെച്ചിട്ടുണ്ട്. അമ്മയെ നല്ലതായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഓഫ് കോഴ്സ് ടഫ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു വോയിസിൽ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഭയങ്കര സമാധാനത്തോടെ പാടി. ഭയങ്കര പേഷ്യൻസ് ആയിരുന്നു. ഒരു തിരക്ക് പിടിക്കാതെ, ആ പാട്ടിന് വേണ്ട ഒരു സമാധാനമുണ്ട്. തിരക്ക് പിടിക്കുകയാണെങ്കിൽ അത് കയ്യിൽ പോകും. അത് ഭയങ്കര ഒരു ടെൻഷനൊന്നും അടിക്കാതെ ആ സോങ്ങിന് വേണ്ട പേഷ്യൻസോടെ പാടി. അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളി പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സർ. എല്ലാവിധ ആശംസകൾ ആൻഡ് ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. അമ്മ അടിപൊളിയായിരുന്നു. അമ്മ താങ്ക് യു സർ. 100% ഇൻവോൾവ് ആയിട്ടാണ് അമ്മയെ പാടിയത്. എനിക്കത് അമ്മയെ പാടിയത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് അമ്മയെ പാടിയത് കേട്ടോ. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഒരു ചില കടകൾ ഉണ്ടാവില്ല, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഷട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, തുറന്നു കഴിഞ്ഞാൽ അകത്ത് വലിയൊരു ഷോറൂം ആയിരിക്കും. അതുപോലെയാണ് ഈ പാട്ട്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് മോള് പാടിയത്.
ചെറിയ വളരെ ചെറിയ പിച്ച് ഔട്ട്സ് ഉണ്ട്. പക്ഷെ അഗൈൻ ഞാൻ പറയാണ്, ഇതുപോലത്തെ ഒരു ഹെവി സോങ്, ഇറ്റ് ഈസ് എ ഹെവി സോങ്, അതൊരു ഹെവി സോങ് തന്നെയാണ്. ഭയങ്കര എഫർട്ട്ലെസ് ആയിട്ടാണ് മോള് പാടിയത്. നല്ല ശബ്ദം, കേട്ടിരിക്കാൻ ഭയങ്കര രസം, നല്ല സുഖം. എനിക്കിപ്പോഴും മോള് പാടുന്നത് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഒക്കെ നന്നായിട്ട് പാടി കേട്ടോ. ഇത് ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഇനി അടുത്തത് നേരെ ഓപ്പോസിറ്റ് ഒരു പരിപാടി പിടിച്ചിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ധ്യാൻചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, എനിക്കൊന്നുമില്ല പറയാനില്ല. ഓക്കെ അമ്മയ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അയ്യോ, എനിക്ക് പറയാനുണ്ടായിരുന്നു. ഞാനെന്ത് പറയാനുള്ളത്? എന്ത് പറയണ്ടെന്ന് അല്ല, നന്നായി പാടി, അത് പറയണ്ടേ? വേറെ ഒന്നുമില്ല. അതല്ല ഞാൻ ആദ്യമേ ചോദിച്ചത്. അത് നന്നായി പാടി. അമ്മയെ പേടിച്ചു. താങ്ക് യു സാർന്ന്. ഓക്കേടാ, ബൈ. മൈ ജി സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കാരണം ഒരു കോമ്പറ്റീഷന് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് പാട്ടിനൊപ്പം തന്നെ അവസാനം അവർക്ക് എന്ത് സമ്മാനമാണ് കിട്ടുക എന്നുള്ളൊരു സാധനം കൂടെ അവരുടെ മനസ്സിലുണ്ടാവും അല്ലേ. നമ്മുടെ കുട്ടികൾക്കെല്ലാം അടിപൊളി സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സൂപ്പർ സ്റ്റാറിന്റെ 1ാം സ്ഥാനത്തെത്തുന്ന വിജയെ കാത്തിരിക്കുന്നത് ജി-ടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സമ്മാനം അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സമ്മാനം ക്യൂബിക്സ് ഫുഡ്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സമ്മാനം ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. 5ാം സമ്മാനം സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വരുന്നു ആന്യ. ആന്യക്കുട്ടാ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഇന്ന് ഞാൻ താനേ തിരിഞ്ഞും മറിഞ്ഞും അമ്പലപ്രാവിൽ പാടാൻ പോകുന്നേ. താനേ തിരിഞ്ഞും മറിഞ്ഞും. ഏത് റൗണ്ടിലാ പാടാൻ പോകുന്നേ? ഇത് സിഗ്നേച്ചർ റൗണ്ട്. സിഗ്നേച്ചർ റൗണ്ട് ആണ്. ഓക്കെ, All the best, ma'am. ഓക്കേടാ. സുന്ദര ചന്ദ്രലേഖ കുട്ടാ, അടിപൊളിയായിട്ട് പാടി. നമ്മുടെ കൊച്ചിനെ മലയാളം കുറച്ച് പ്രശ്നമുണ്ട്. അവള് കൂടുതൽ ഇംഗ്ലീഷ് ആണ് സംസാരിക്കുക. അപ്പൊ പിന്നെ ഷാൻ എന്തായാലും സംസാരിക്കണം. ഞങ്ങള് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. അല്ല, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, ഹരിച്ചേട്ടാ. അന്യ ജോസഫ് അല്ലേ? എന്റെ പേര് ആന്യാന. ആന്യാന്നാ? അറിയാടാ. ആന്യ. കുറച്ച് അറിയാം. ഓക്കെ, മോളെ അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. അപ്പൊ മലയാളം അറിയാവോ? അറിയാം, ആ, പക്ഷെ മിണ്ടാൻ ഈ ഗ്രാമർ എനിക്ക് അത്രയും അറിയത്തില്ല. പക്ഷെ മിണ്ടാം. മിണ്ടാൻ പറ്റും. ഓക്കെ. പാട്ടൊക്കെ ആരാ പഠിപ്പിച്ചേ? പാട്ടൊക്കെ എൻ്റെ സാറ്, പിന്നെ എൻ്റെ അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്തു, പിന്നെ ഗ്രൂമേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്തു. ഓ, അടിപൊളി. അപ്പൊ വീട്ടിലൊക്കെ ഏത് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്? വീട്ടിലൊരു മിക്സാ സംസാരിക്കുന്നത്. Mix എന്ന് മലയാളം പറയുമ്പോ? കുറച്ച് മിണ്ടും, പിന്നെ ഇംഗ്ലീഷും കുറച്ച് മിണ്ടും. ഓ, ഓക്കെ. ട്വീറ്റിന്റെ വോയിസ് പോലെ. ട്വീറ്റിന്റെ വോയിസ് ഉണ്ട്. ഞങ്ങള് പറയായിരുന്നു ലില്ലിപ്പപ്പ ലോലിയൊക്കെ പാടേണ്ടത്. അന്യ താനെ തിരിഞ്ഞു മറിയാണ്. ഓക്കെ, നല്ല സിംഗിങ് ആയിരുന്നു മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനത്തെ പാട്ടുകൾ പാടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഇനി പോകെ പോകെ അന്യയുടെ സിംഗിങ്ങും ഈ പറഞ്ഞ പോലെ മലയാളമൊക്കെ അന്യ കുറച്ചുകൂടി പഠിക്കും. കുറെ പാട്ടുകളൊക്കെ പഠിച്ചു വരും. അപ്പം നമുക്കപ്പം ജഡ്ജ് ചെയ്യാനും കുറച്ചും കൂടി ഒരു ടൈം എടുക്കും. എന്നാൽ ഇന്നത്തെ പെർഫോമൻസ് മോള് നന്നായിട്ട് പാടി. ഇത്രയും മലയാളമൊക്കെ പഠിച്ചു വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തു കേട്ടോ. താങ്ക് യു. ഫസ്റ്റ് വരി ഒന്ന് പാടാവോ? മറിഞ്ഞും കേൾക്കാൻ ഒരു ആഗ്രഹം. ഞാൻ മറിഞ്ഞും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി. ഒന്ന് താനേ തിരിഞ്ഞും മറിഞ്ഞും. ഇപ്പൊ ഓക്കെ, കറക്റ്റാ. ഇപ്പൊ ഓക്കെ. നേരത്തെ മാറിഞ്ഞും. അപ്പൊ അത് മോക്ക് മലയാളം അറിയില്ല അത്ര. അപ്പം അതുകൊണ്ടുള്ള ഇതൊക്കെ ഉള്ളൂ. അപ്പം ഗ്രൂമേഴ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇനിയുള്ള പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഡിക്ഷൻ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ്പ് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ പിച്ച് ഔട്ട്സ് അത് എല്ലാവർക്കും വരുന്ന കുറ്റങ്ങളൊക്കെയാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ അന്യ, അപ്പൊ അന്യമായിട്ടുള്ള പെർഫോമൻസസ് ആയിട്ട് വാ. ഓക്കെ, താങ്ക് യു. ഷാനിക്ക. അന്യ ഭയങ്കര പ്ലസന്റ് ആണ് കേട്ടോ. അന്യ ഇങ്ങനെ പാടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ, ചിരിച്ച് ഇങ്ങനെ പാടുന്നത് കാണാൻ ഭയങ്കര
ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. പിന്നെ ഞാൻ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഹരിയോട് ഞാൻ ചോദിച്ചു, ഞാൻ കേൾക്കുന്നത് താനെ തിരിഞ്ഞും മറിഞ്ഞും എന്നാണ്, നീയും കേൾക്കുന്നത് അതന്നെയാണോ? അതെ. അപ്പോഴാണ് പാർവതി പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ള കാര്യം. അഗൈൻ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് പിന്നെ എനിക്ക് കുറച്ചൊക്കെ മലയാളവും പറഞ്ഞു തുടങ്ങാം വീട്ടിൽ. കാരണം ഇത് എനിക്കൊന്ന് ഇതിൻ്റെ ഒരു ഭൂരിഭാഗം പാട്ടുകളും എന്തായാലും മലയാളം തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു പാട്ടാവാമായിരുന്നു, ഒരു ലില്ലിപ്പലോലി വേറൊരു പാട്ടാവാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ ഇവിടെ അവസരങ്ങൾ ഉണ്ടായിരിക്കും. പല പല റൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകും. പക്ഷെ നമ്മൾ അതിന് ആദ്യം എന്താ വേണ്ടത്? മലയാളം സ്ട്രോങ് ആക്കണം. അപ്പൊ ഡോണ്ട് വറി, ഇവിടുത്തെ ഗ്രൂമേഴ്സും പാരൻസും എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നല്ല രസമുണ്ടായിരുന്നു. പാട്ടും പാടിയതും മോള് ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ ഈ പ്ലാൻസിൻ്റെ ഇടയിലുള്ള നോട്ട്സ് ചിലതൊന്നും ഹിറ്റാവുന്നില്ല, പക്ഷെ ചിലപ്പോൾ റിപ്പീറ്റ് വരുമ്പോൾ അത് ഹിറ്റാവുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം മോളെ കൊണ്ട് പറ്റും. അപ്പം നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓൾ ദ ബെസ്റ്റ് മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സായി ചേച്ചി. എനിക്ക് ആക്ച്വലി ആനി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് വന്ന് പാടുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ആനിനെ കേട്ടി ടെൻഷൻ, എനിക്ക് ഇവിടെ എനിക്കായിരുന്നു ടെൻഷൻ, അയ്യോ എന്നൊരു ഫീലിംഗ് ആണ്. പക്ഷെ അത് ആ ഒരു ഫിയറും കൂടാണ്ട് അത് കംപ്ലീറ്റ്ലി അത് അബ്സോർബ് ചെയ്ത് ആ സോങ്ങിനെ പ്രസന്റ് ചെയ്തു. അതിന് നല്ലൊരു കയ്യടിയാണ് ആനിക്ക് ആദ്യം തരാൻ പോകുന്നത്. ഷാൻചേട്ടൻ പറഞ്ഞ മാതിരി കുറച്ചും കൂടി ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോങ് മേ ബി എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കിഷ്ടമായി വോയിസ് ആൻഡ് ഐ ലവ് യുവർ ടോക്ക്. മലയാളത്തിൽ ആക്ച്വലി സംസാരിക്കാൻ നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഈ പറഞ്ഞ മാതിരി മറിഞ്ഞും ആക്ച്വലി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേസൽ ടോണ് കൂടുതലായിട്ട് വന്ന പോലെ തോന്നി. ഒന്നുമില്ല, അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. നന്നായിട്ട് ചെയ്ത് ഇനി അടിപൊളി പെർഫോമൻസസുമായിട്ട് വാകട്ടോ അടുത്ത റൗണ്ടിലൊക്കെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പറഞ്ഞു കൊടുക്കുക ഞാൻ ചേട്ടൻ. ഷാനിക്ക് എഴുതി വെച്ചിട്ടുണ്ട് കുറെ, ഞാനത് നോക്കിയപ്പോ എന്തോ കാര്യമായിട്ട് എഴുതുകയാണ്. വെരി പ്ലസന്റ്. മോളെ ഇവിടെ അറിയാവുന്ന മലയാളം വെച്ചിട്ടും പലരും പാടുന്നില്ല. അറിയാത്ത മലയാളത്തിൽ ഇത്രയും പാടില്ലേ? അത് സത്യം. അതിനപ്പുറം ഒന്നുമില്ല. ഓക്കെ, ഇനി അങ്ങ് പഠിച്ച് പാടുക, അത്രേ ഉള്ളൂ. അപ്പൊ കൂട്ടാം, അത്രേ ഉള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് നെക്സ്റ്റ് ടൈം ആട്ടാ. ബൈ. യെസ്, അപ്പോ സൂപ്പർ സ്റ്റാർ മൈജി ഓണം മാസ് ഓണം തീരാറായി ഗൈസ്. നമ്മുടെ ഓണത്തിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മൾ ആഘോഷിച്ചു അല്ലേ ഓണം ഇവിടെ? തീർച്ചയായും സൂപ്പർ ആയിരുന്നു. നല്ലൊരു മാവേലിയൊക്കെ മാവേലി ആ വഴിക്ക് പോയി. ഓക്കെ, പക്ഷെ കുറച്ച് വിഷമമുള്ളത് ഞങ്ങളുടെ ധ്യാൻ ചേട്ടൻ പോവാണ്. ഇരിക്കോ? സന്തോഷമുള്ളൂ. പിന്നെ തിരക്കിട്ട ആളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത്രയും നിർബന്ധിക്കാത്തതാ. വരുവോ ഫ്ലോറിലേക്ക്? അങ്ങോട്ട് വരണോ? ആ, അവിടുന്ന് പറഞ്ഞു വിടുവല്ലോ എന്നെ. പെട്ടെന്ന് വരാം. അതാണ് നാട്ടു നടക്കുന്നത്. ധ്യാൻ ചേട്ടാ, എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ധ്യാൻ ചേട്ടനായിരിക്കും ഓണത്തിന് വരാന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പറഞ്ഞില്ല, ഇല്ല. അതെ, ആ സത്യം. അപ്പൊ ഇവിടെ ഉണ്ടാവുന്നു ഞാൻ അതാരും അറിയിച്ചില്ല. എക്സ്പെക്ടേഷൻസ് ബ്രേക്ക് ചെയ്ത എപ്പിസോഡ്. അപ്പൊ അതേനെ സൂപ്പർ സ്റ്റാറിനോടാണ് താങ്ക്സ് പറയണ്ടേ. എനിക്ക് വീണ്ടും ധ്യാൻ ചേട്ടനെ കാണാൻ ഒരു അവസരം തന്നു. സൂപ്പർ സ്റ്റാറിന് ആഴ്ചക്ക് കാണുന്നല്ലേ, അതൊരു സന്തോഷല്ലേ ധ്യാൻ ചേട്ടാ? ഇതും ഒരു സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ പിള്ളേരുടെ കൂടെ മാസ് ഓണം ആഘോഷിച്ചപ്പോ? എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ സാധാരണ വന്ന് നിന്നിട്ട് അങ്ങ് പെട്ടെന്ന് പോലും പരിപാടിയൊക്കെയാ. അല്ല, ഇതില് എനിക്ക് വന്നപ്പോ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടഫ് പാട്ടുകളൊക്കെ എന്തിനാണ്? ഞങ്ങളത് 100% അംഗീകരിക്കുന്നു. ഞങ്ങളത് തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അല്ല, ഓരോ പിള്ളേര് പാടി കഴിയുമ്പോൾ ഇവര് പറയുന്നതാ, എന്തിനാ നിങ്ങൾ ഈ ടഫ് സോങ് എടുത്തോണ്ട് വന്നത്? പൊങ്ങാത്ത പാട്ടുകൾ. അതെ. അല്ല, അത് മാത്രല്ല, അതൊക്കെ ഇങ്ങനെ പാടാൻ പറ്റുന്ന ഒരു അത്ഭുതം തന്നെയാ ഫസ്റ്റ്. അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ
അത് വെറുതെ അല്ലല്ലോ, അവരൊരു ഇവിടെ എത്തിക്കുന്നുണ്ട്. അതെ. പക്ഷെ അവരെടുക്കേണ്ടി വരുന്ന ഒരു സ്ട്രെയിനെ അതിന്റെ പുറകിൽ ഇത്രയും സ്ട്രെസ് ഒക്കെ എടുക്കാൻ ചെറിയ പ്രായത്തിൽ അല്ലേ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ ഇതിനൊരു ബാക്കി എല്ലാവരും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക, ഇതൊരു മത്സരത്തിനപ്പുറം. കാരണം ഇവിടെ ഇരിക്കുന്ന പ്രധാന ജഡ്ജ് ഇതേപോലൊരു ഫ്ലോറിൽ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഹരി ഇവിടെ അമൃതയില് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നൊക്കെ അറിയുന്നത്. സ്വീറ്റ് റിവെഞ്ച്. അല്ല, അവിടുന്ന് റിജക്ഷൻ കിട്ടിയ ഒരാള് വർഷങ്ങൾക്കപ്പുറം ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് സിംഗറായി നിൽക്കുന്നു. അപ്പം നിങ്ങളിതാ നിങ്ങളെ ജഡ്ജിനെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ജഡ്ജിനെ റോൾ മോഡലാക്കിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു വേദിയിൽ നിന്ന് റിജക്ഷൻ കിട്ടിയ, അപ്പൊ ഇത് ജയിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ ഇത് ജയിക്കാനെന്ന് നോക്കണ്ട, ഇവിടെ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ജയിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പാളി പോകും. അപ്പൊ അതിന്റെ റിസൾട്ട് ഒന്നും നിങ്ങൾ ചിന്തിക്കാതെ, മറ്റേ MS ധോണിയൊക്കെ പറയുമല്ലോ, റിസൾട്ട് നിങ്ങൾ ആലോചിക്കണ്ട, എൻജോയ് ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോഴും എല്ലാവരും വളരെ ആസ്വദിച്ചാ പാടിയത്. അത് വലിയൊരു കാര്യം. കാരണം അല്ലെങ്കിൽ ആ ഒരു ആസ്വാദനം ഇല്ലെങ്കിലേ ഒന്ന് ആസ്വദിച്ച് പാടിയില്ല നമുക്ക് ടെൻഷൻ ഉണ്ടാവും. എല്ലാവരും ആ രീതിയിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പാടി. അതിന്റെ റിസൾട്ട് ഒന്നും ചിന്തിക്കാതെ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. റിജക്ഷൻ ഉണ്ടാവട്ടെ, അതൊക്കെ ഉണ്ടാവട്ടെ. നാളെ അതുപോലെ അവിടെ വന്ന് ജഡ്ജായിട്ടിരിക്കാൻ പറ്റട്ടെ. പിന്നെ ജഡ്ജസിന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ജഡ്ജിങ് സീറ്റിലിരുന്നപ്പോൾ? നല്ല പേടിയുണ്ടായിരുന്നു. അതെ, പ്രത്യേകിച്ച് ഒന്നും ഇവരങ്ങോട്ട് കൊണ്ട് കോപ്പി ചെയ്യാനേ എന്താ പറയണ്ടേ. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾക്കിത് എത്ര നാളെ ഷാനിക്ക? 1.5 വർഷം. പിന്നെ കൊറേ ആയല്ലേ ഷാനിക്ക? ഞങ്ങൾക്ക് ആരൊക്കെ പറയുന്നല്ലേ, ഇനി ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതിനി 1.5 വർഷം നമ്മൾ ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ പറയണേ. അയ്യോ, അത് പ്രശ്നമോ. ഇവിടെ പല മലയാള സിനിമയിൽ പലരും പാട്ട് കിട്ടുന്നില്ല, സമയത്തിന് പാട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ ഇവിടെ കുത്തിയിരിക്കുക. 18 വർഷം മുമ്പായിരുന്നു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നത്. 18 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് ഇതൊരു 1 വർഷം 1.5 വർഷം പിന്നെ അടുത്ത സീസൺ ഇങ്ങനെ ഈ 1.5 2 വർഷമായാലും കുഴപ്പമില്ല. ധ്യാൻ ചേട്ടൻ ഇടക്ക് വരാം, ഓണത്തിന് മാവേലിയൊക്കെ വരുന്ന പോലെ ഇനി ക്രിസ്മസിന് പപ്പാനിയായിട്ട് വരാം. അവസാനം കുറെ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ ഹരിനെയൊക്കെ ഇവിടെ നടന്നു, നീ വന്നോ ചത്തില്ലല്ലേ. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു. നീ ഇല്ലല്ല, നിന്നെ പറഞ്ഞു വിടും. ഇത് ഈ സീസണിൽ തന്നെ മിക്കവാറും പ്രായമൊന്നും ആവണ്ട ഔട്ടാവും. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ നീ എന്താ ഇവിടെ ധ്യാൻ ചേട്ടൻ ചോദിക്കരുത് കേട്ടാ. ഇല്ലേ, ഞാൻ അവിടെയും വരും. ഞാൻ വലിയൊരു വാണിംഗ് ആണ് നമുക്ക് തന്നത്. ഇനി ഇൻ കേസ് പാർവതി വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ സാധനങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാം, കൊപ്ര അടക്കം. കൊപ്ര ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഷാനിക്ക. ധ്യാൻ ചേട്ടൻ അത്രയും വലിയ ഫ്ലാറ്റില് കൊപ്രയൊക്കെ കിടക്കുന്നു. നല്ല ഫ്ലാറ്റ് ആട്ടോ. എന്തായാലും പോണം, ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റിലൊന്ന് പോണം ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ സന്തോഷായില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ മൈജി ഓണം മാസ് ഓണം ആക്കി തന്നതിന് ഒരുപാട് നന്ദി. ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല, അത്ര ഓണായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ വാ, നമുക്ക് ധ്യാൻ ചേട്ടനെ സന്തോഷത്തോടെ ആദ്യം നമ്മുടെ പട്ടാളങ്ങൾ വരട്ടെ. ഷാനിക്ക ഇത് നോക്കിക്കേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഗ്രൂപ്പ് സോങ് പാടാൻ പോവാ, നിങ്ങളും വാ, ജോയിൻ ചെയ്. ഓക്കെ, അപ്പൊ എല്ലാരും എത്തിയ സ്ഥിതിക്ക് ധ്യാൻ ചേട്ടാ ഇതായിരുന്നു മാവേലി. സന്തോഷായില്ലേ കണ്ടപ്പോ? ഇവൻ ഇവിടെ നിൽക്കുമ്പോ എനിക്കൊരു കാര്യം പറയണ്ടേ. നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പണ്ട് ധ്യാൻ ചേട്ടൻ പറഞ്ഞില്ലേ, ധ്യാൻ ചേട്ടൻ ഒരു 1 സൈഡ് ലവ് ഉണ്ടായിരുന്നു നവ്യ ചേച്ചിയോട്. മോനാണോ? അത് നമ്മുടെ നവ്യ ചേച്ചി, നവ്യ നായര്. എങ്ങോട്ടാ നിന്റെ പോക്ക്? അതുപോലെ ഇവനും ഉണ്ട് ഒരു 1 സൈഡ് ലവ്. ആണോ? ആ മൈക്കൊന്ന് കൊടുക്കോ ഷാനിക്ക? അവളുടെ പേര് ഞാൻ എന്തായാലും പറയുന്നില്ല, അതെല്ലാവർക്കും അറിയാം. പിന്നെന്തിനാണ് ബൈക്ക് തന്നത്? വൈഗ. അവളുടെ അവളെന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ ചോദിക്കുന്നത്? വൈഗ ഇവിടെ ഇല്ല. പക്ഷെ പുള്ളിക്കാരി മലയാളി തന്നെയാ, വേറെ രാജ്യത്താ. എവിടെയാ? USA. കറക്റ്റ്, USA തന്നെയാ. USA ജംഗ്ഷന്റെ അടുത്തായിട്ടാ താമസിക്കുന്നത്. വലിയ നൃത്ത
കലാകാരി, കലാകാരിയല്ല, നർത്തകി, സകലകലാ വല്ലഭയാണ് അവൾ. എന്തുകൊണ്ട് ഇഷ്ടം നല്ല സൗന്ദര്യവും ചലനവും എല്ലാം ഉണ്ട്. ഇന്ന് ഞാൻ പാടുന്ന പാട്ടിന്റെ അകത്ത് ചലനം എന്ന് പറഞ്ഞുള്ള ഒരു വാക്കുണ്ട്. ചലനങ്ങളിൽ ഭജനങ്ങളിൽ അങ്ങനെ ഒരു ലൈൻ ഉണ്ട് എൻ്റെ അകത്ത്. എന്താ അവൾക്ക് ഇഷ്ടായത്? അവർക്ക് ആ കാര്യം അതിനറിയില്ലല്ലോ. അതല്ലടാ വൺ വേ ലവ് എന്ന് പറയണേ. ഓ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവനെ ഇതുവരെ. ഓക്കെ, വൺ സൈഡ് അവൾക്ക് അറിയില്ല ഇതുവരെ. ഈ പരിപാടിയോടുകൂടി എന്തായാലും മനസ്സിലാവും ലോകം മൊത്തം അറിഞ്ഞു. ഉറപ്പായിട്ട്. ഒരു ആശംസ കൊടുത്തേക്ക്. നീ അവളോട് പറഞ്ഞോ ഇഷ്ടമാണെന്ന്? കണ്ടിട്ട് പോലും ഇല്ല. എന്തോന്നടേ അതിന് അവൾ എന്റെ അടുത്തോട്ട് വരണ്ടേ, എന്തായാലും പറയാൻ പറ്റും. എടാ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് മെസ്സേജ് അയച്ചതാന്ന്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് മെസ്സേജ് അയച്ചാണോ? അത് ഞാൻ ആന്റിയോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ മനസ്സിലായി? ഇവിടുന്ന് വേറെ നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടും. അതങ്ങനെയാ. അതെങ്ങനെ? ഞാൻ അത് ആന്റിയോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിയാം ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്ന്. പാറു ചേച്ചിയെ, ഞങ്ങൾക്ക് ഒരു പന്തയോടില്ല. മതി ഗ്രൂപ്പ് സോങ്. പാറു ചേച്ചി പറഞ്ഞു കൊടുത്താന്ന് എനിക്ക് ഇപ്പഴേ മനസ്സിലായി. ഞാൻ വല്ലതും പറഞ്ഞു തന്നോ? ഇല്ലല്ലോ. പറഞ്ഞതാ. ഏതായാലും ലോകം മൊത്തം അറിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. വാ ഗ്രൂപ്പ് സോങ് പാടാം. പിടിച്ചോ. നീ ഇവിടെ പാടാൻ വന്നതല്ലേ? ഈ കാര്യം കാര്യങ്ങൾ ലോകത്തെ ഒന്ന് അറിയിക്കാൻ. ഞാൻ പറയുന്നത് അറിയാമോ, ഈ വൈകനെ വിട്ടിട്ടേ ഇവിടെ ഇത്രയും സുന്ദരികളായ കുട്ടികൾ നിൽക്കിയല്ലേ. പുതിയ ഐഡിയാസ് കൊടുക്കല്ലോ അവന്. ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ, ഇവളും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സാ. ഞങ്ങൾ എപ്പോഴും ജോയിന്റ് ആയിട്ടായിരിക്കുന്നത്. എന്റെ അമ്മയും അവളുടെ അമ്മയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാ. എപ്പോഴും ഗെയിമൊക്കെ കളിക്കുമ്പോ ഒരുമിച്ചായിരിക്കുന്നത്, ഒരുമിച്ച് കളിച്ചിട്ടുമുണ്ട്. ഗ്രൂപ്പ് സോങ് കളിക്കൂട്ടുകാരെ പോലെ. ഇനി വലുതാകുമ്പോ നമ്മള് കാണുമോന്നാ എനിക്കറിയാം. അപ്പത്തേക്ക് ഞാൻ വേറെ വല്ല ജപ്പാനിലോ വല്ല പോയി കിടക്കുമെന്ന്. ഓക്കെ, ഗ്രൂപ്പ് സോങ്ങിന് സമയമായി. ഗ്രൂപ്പ് സോങ് പാടാനുള്ള സമയമായി. ഓക്കെ. അപ്പോ ധ്യാൻ ചേട്ടാ, താങ്ക് യു സോ Thank you, മച്ച്. thank you. ഇനിയും വരിക നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയില്. ഓ. അപ്പോ മൈജി ഓണം അപ്പൊ ഗ്രൂപ്പ് സോങ് പാടാം അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും. തുമ്പപ്പൂച്ചോട്ടിൽ തുമ്പിക്കുഞ്ഞാല് അത്തം പത്തോണം വന്നേ, തുഞ്ചാണിക്കാറ്റിൽ കയ്യും വിട്ടാടി തന്നെത്താനോണം വന്നേ.